നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ഭീകരാക്രമണത്തെക്കുറിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും. രാഷ്ട്രപതി ഭവനിൽ നേരിട്ടെത്തിയാണ് മുതിർന്ന മന്ത്രിമാർ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടികളും മന്ത്രിമാർ രാഷ്ട്രപതിയെ അറിയിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നയതന്ത്ര നടപടികളും മന്ത്രിമാർ രാഷ്ട്രപതിയെ അറിയിച്ചു. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പാകിസ്ഥാനുള്ള പങ്കിനെ കുറിച്ച് വിവിധ രാജ്യങ്ങളോടും ഇന്ത്യൻ സർക്കാർ പ്രതിനിധികൾ വിശദീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെത്തിയ UK, റഷ്യ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അംബാസഡർമാരോട് ഭീകരാക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം പാർലമെന്റിൽ ആരംഭിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നദ്ദ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രധാനപ്പെട്ട മന്ത്രിമാരും കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടുള്ള ആദര സൂചകമായി 2 മിനിറ്റ് മൗനം ആചരിച്ച ശേഷമാണ് സർവകക്ഷി യോഗം ആരംഭിച്ചത്. ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കക്ഷി നേതാക്കളെ അറിയിച്ചു. പാർലമെന്ററി പാർട്ടികളുടെ പ്രതിനിധികളെ മാത്രമാണ് സർവകക്ഷി യോഗത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിൽ ചെറുകക്ഷികളുടെ ഭാഗത്തു നിന്നും ചെറിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ നടത്തിയ മിസൈൽ പരീക്ഷണത്തെ കുറിച്ച് ഒന്ന് നോക്കാം. INS സൂറത്ത് അറബിക്കടലിൽ നടത്തിയ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായതായി നാവികസേന അറിയിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അതീവ സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ഇന്ത്യയുടെ ഇത്തരമൊരു നീക്കം. കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞ പാകിസ്ഥാനുള്ള വ്യക്തമായ മറുപടി കൂടിയായിട്ടാണ് ഇന്ത്യൻ സേനയുടെ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. INS സൂറത്തിന്റെ ഈ നേട്ടം ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് എന്നാണ് വിജയകരമായ പരീക്ഷണത്തിന് പിന്നാലെ നാവികസേന വക്താവ് ട്വീറ്റിൽ കുറിച്ചത്. എതിരാളികളുടെ റഡാർ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ജലോപരിതലത്തിന് തൊട്ടുമുകളിലൂടെ സഞ്ചരിച്ച് ആക്രമിക്കുന്ന സീ സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലാണ് നാവികസേന ഇന്ന് പരീക്ഷിച്ചത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധമുള്ള ഭീകരർ 26 പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായി തുടങ്ങിയത്. ആക്രമണത്തിൽ 10ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ പിന്തുണയോടെയാണ് ആക്രമണം നടന്നതെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ 1960-ലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ് നയതന്ത്രപരമായി തിരിച്ചടിച്ചത്. പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കൽ, അട്ടാരി ലാൻഡ് ട്രാൻസിറ്റ് പോസ്റ്റ് അടച്ചുപൂട്ടൽ, പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന ഉത്തരവും ഇന്ത്യ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പ്രതികരണമായി പാകിസ്ഥാൻ 1972-ലെ ഷിംല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത അടയ്ക്കുകയും ചെയ്യുന്നതായും പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ആക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടിരുന്നു കാണാം.